Hi all, welcome back to Agora, an open space to study. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ S5 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 എന്നൊരു സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 2 ക്ലാസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയർ ആണ്. അതായത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കി. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ബോണ്ട് ആണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ലെങ്ത്, കർട്ടെയിൽമെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബാർസ്. ഈ 3 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് നോക്കാം. സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ബോണ്ട് നോക്കാം. എന്താണ് ബോണ്ട് എന്ന് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡ്ഹഷൻ ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ വിച്ച് റെസിസ്റ്റ് ദ സ്ലിപ്പിംഗ് ഓഫ് സ്റ്റീൽ ഫ്രം കോൺക്രീറ്റ്. അതായത് ഒരു RCC സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ നല്ലൊരു അഡ്ഹഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ ഒരു RCC സ്ട്രക്ചറിലെ സ്റ്റീലിനും കോൺക്രീറ്റിനും ഉണ്ടായിരിക്കണം. സോ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റീല്, അതായത് കോൺക്രീറ്റ് ഡ്രൈ ആവുമ്പോൾ അവിടുത്തെ സ്റ്റീലിന് സ്ലിപ്പിംഗ് ഒന്നും സംഭവിക്കാതെ, അതായത് തെന്നി മാറി പോകാതെയും ഒക്കെ അതിന്റെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി ഈ ഒരു കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് പ്രോപ്പർട്ടി അവിടെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ഫർ ടു സ്ട്രെസ്സസ് ഫ്രം സ്റ്റീൽ ടു കോൺക്രീറ്റ്. അതായത് സ്റ്റീലിലെ സ്ട്രെസ്സിനെ കോൺക്രീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോണ്ടിങ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ സെറ്റിംഗ് ഓഫ് കോൺക്രീറ്റ് ഓൺ ഡ്രൈയിങ്. സോ ഇങ്ങനെ ഒരു ബോണ്ട് അവിടെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിയുമ്പോൾ, അതായത് കോൺക്രീറ്റ് ഡ്രൈ ആവുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് സെറ്റ് ആവും. സോ അങ്ങനെ ഒരു സെറ്റിംഗ് ആക്ഷൻ ഓഫ് കോൺക്രീറ്റ് വഴിയാണ് ഈ ഒരു സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ നല്ലൊരു അഡ്ഹഷൻ പ്രോപ്പർട്ടി ഉണ്ടാവുകയും അവിടെ ഒരു ഗുഡ് ബോണ്ട് ഡെവലപ്പ് ആവുകയും ചെയ്യുന്നത്. ഇനി മെക്കാനിസം ഓഫ് ബോണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കെമിക്കൽ അഡ്ഹഷൻ ആണ്. അതായത് അവിടുത്തെ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ കോൺക്രീറ്റ് സെറ്റ് ആവുമ്പോൾ ഗം ലൈക്ക് പ്രോപ്പർട്ടി ഫോം ചെയ്യുന്നുണ്ട്. അതായത് പശ മാതിരി ഒന്നിച്ചു ചേർന്ന് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ സ്റ്റീലിനും കോൺക്രീറ്റിനും ഉണ്ട്. അതിനെയാണ് നമ്മൾ കെമിക്കൽ അഡ്ഹഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. അതായത് സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അതുവഴി ഒരു നല്ലൊരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ്. മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡീഫോംഡ് ബാർസ്, അതായത് ഹൈ yield സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ ഒരു സർഫസ് ഏരിയയിൽ ചെറിയ ചെറിയ റിങ് മാതിരിയുള്ള റിപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കൊറുഗേഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് അവിടെ സ്റ്റീലും അതുപോലെ തന്നെ സ്റ്റീലിന്റെ നമ്മൾ പുറമെ ഇട്ട് കൊടുക്കുന്ന കോൺക്രീറ്റിന് തമ്മിൽ ഒരു ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി കൂടി ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി വരുമ്പോൾ സ്റ്റീൽ അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകാതെയും അവിടെ ഒരു നല്ല ഒരു ഗ്രിപ്പോട് കൂടി ആ സ്റ്റീൽ അവിടെ നിൽക്കാനൊക്കെ ഈ ഒരു മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സഹായിക്കുന്നുണ്ട്. സോ മെക്കാനിസം ഓഫ് ബോണ്ട് റെസിസ്റ്റൻസിൽ ഒന്നാണ് മെക്കാനിക്കൽ ഇന്റർലോക്കിംഗ് ഓഫ് റിപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രിപ്പിംഗ് ആക്ഷൻ. ഗ്രിപ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഡ്രൈ ആവുമ്പോൾ സ്റ്റീലിനെ അവിടെ ഒരു പിടിച്ചു നിർത്താൻ, അതിന്റെ ആ ഒരു പൊസിഷനിൽ പിടിച്ചു നിർത്താനും സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ബോണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസിങ് ഡീഫോംഡ് ബാർസ് ഓർ ട്വിസ്റ്റഡ് ബാർസ് ആണ്. അതായത് ഡീഫോംഡ് ബാർസ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ബാർസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സർഫസിൽ നമ്മൾ ചെറിയ ചെറിയ റിപ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് യൂസിങ് റിച്ച് മിക്സ് ഓഫ് കോൺക്രീറ്റ്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മിക്സ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് റിച്ച് മിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബോണ്ടും കൂടുതലായിരിക്കും. ദെൻ ആഡിക്വേറ്റ് കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് ഫോർ പ്രോപ്പർ സെറ്റിംഗ്. നമ്മൾ അവിടെ ആ ഒരു കോൺക്രീറ്റിന്റെ സെറ്റിംഗ് നടക്കുന്നത്, അതായത് അവിടെ ഹാർഡൻ ആവുന്നത് പ്രോപ്പർലി ആണെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന കോമ്പാക്ഷനും അതുപോലെ തന്നെ അവിടെ നമ്മൾ നനച്ചു കൊടുക്കുന്നതൊക്കെ പ്രോപ്പർ ആയിട്ടാണ് എങ്കിൽ അവിടെ ഒരു ഗുഡ് ബോണ്ട് ഉണ്ടാവുന്നു. അടുത്തതാണ് പ്രൊവൈഡിങ് ഹുക്സ് അറ്റ് ദ എൻഡ് ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ. നമ്മൾ റീഇൻഫോഴ്സിംഗ് ബാർ കൊടുക്കുമ്പോൾ അതിന്റെ എൻഡിലായിട്ട് ചെറുതായിട്ട് നമ്മൾ വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹുക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലവും സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ഫെയിലിയർ ആണ് ഉണ്ടാവുന്നത്. അല്ല, ആദ്യത്തേതാണ് ആങ്കറേജ് ബോണ്ട് ഫെയിലിയറും രണ്ടാമത്തേതാണ് ഫ്ലെക്ചറൽ ബോണ്ട് ഫെയിലിയറും. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഇങ്ങനെ രണ്ട് രീതിയിലും ഫെയിലിയർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ ആദ്യം
എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് ആങ്കറേജ് ബോണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി എന്താണ് ഈ ആങ്കറേജ് ബോണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് നോക്കാം. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റീൽ ബാർസ് കൺസിഡർ ചെയ്യുക. ഈ സ്റ്റീൽ ബാർ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഈ സ്റ്റീൽ ബാർസിന്റെ ഒരു പർട്ടിക്കുലർ ലെങ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ലെങ്തിനെ നമ്മൾ പറയുന്നതാണ് DL ഓർ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റീൽ ബാർസിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടെൻസൈൽ ഫോഴ്സ് കാരണം ഈ ഒരു കോൺക്രീറ്റിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റീൽ ബാർസ് ഒന്നുകിൽ പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് താഴത്തോട്ട് മാറാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി അവിടെ ആ ഒരു സ്റ്റീൽ ബാർസിന്റെ സർഫസിൽ, അതായത് കോൺക്രീറ്റിന്റെ ഈ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ബാർസിന്റെ സർഫസിൽ ഒരു ഷിയർ സ്ട്രെസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോണ്ട് സ്ട്രെസ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ BD എന്നാണ്. അതായത് ബോണ്ട് സ്ട്രെസ് ടോ BD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് along the contact surface between the reinforcing steel and the surrounding concrete which prevent the bars from slipping out of the concrete. So ഈ കോൺക്രീറ്റിൽ നിന്ന് ഈ സ്റ്റീൽ ബാർസ് സ്ലിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു സർഫസിൽ ഫോം ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോണ്ട് സ്ട്രെസ് ടോ BD. ഇനി അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റീൽ ബാർസ് ഇവിടെ നിന്ന് തെന്നി മാറാതെ ഇരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ T is equal to ഇവിടുത്തെ ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഇൻറ്റു അവിടുത്തെ സർഫസ് ഏരിയ ആണ്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബോണ്ട് സ്ട്രെസ് ആയിട്ടുള്ള ടോ BD ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. സോ 2π ഇൻറ്റു R എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2 ഇൻറ്റു LD. LD എന്ന് പറയുന്നത് എത്ര ലെങ്ത് ആണോ നമ്മൾ ആ കോൺക്രീറ്റിന്റെ ഉള്ളിലോട്ട് വെച്ചിട്ടുള്ള ആ ലെങ്തിനെയാണ് നമ്മൾ LD എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സോ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അടുത്തത് നമുക്കറിയാം ടെൻസൈൽ ഫോഴ്സിന് നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് 0.87 FY ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. 0.87 ഇൻറ്റു FY ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് π/4 ഇൻറ്റു π² ആണ്. സോ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടിയും ഇക്വേറ്റ് ചെയ്യുക. സോ ആദ്യത്തെ ടെൻസൈൽ ഫോഴ്സിന്റെ ഇക്വേഷൻ പിന്നെ രണ്ടാമത്തെ ടെൻസൈൽ ഫോഴ്സിന്റെ ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും 0.87 FY π/4 ഇൻറ്റു π² is less than or equal to tau BD into 2π 5/2 into LD. ഇത് നമ്മൾ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് LDയുടെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് LD എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.87 FY 5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടോ BD. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് LDയുടെ വാല്യൂ കിട്ടുന്നത്. സോ ഈ കിട്ടുന്ന വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, ഡെവലപ്മെന്റ് ലെങ്ത് ആയിട്ടുള്ള LD കൊടുക്കേണ്ടത്. LD is the embedded length of steel bars. Then 0.87 FY is the yield strength of steel. 5 എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ബാറിന്റെ ഡയമീറ്റർ. ടോ BD എന്ന് പറയുന്നത് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ആണ്. ഇനി എഡ്ജ് ബോണ്ട് is seen when a bar carrying certain force is removed. In such case, it is necessary to transfer this force in the bar to the surrounding concrete over a certain length. This length of bar required to transfer the force in the bar in the surrounding concrete through bond is called the development length DL, or it is represented as LD. നമ്മളൊരു സ്റ്റീൽ ബാർസ് കൊടുക്കുമ്പോൾ ആ ഒരു ബാറിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ അവിടുത്തെ ബാറിൽ നിന്നും സറൗണ്ടിങ് കോൺക്രീറ്റിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ബാറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് ലെങ്ത്. സോ ആ ഒരു ഫോഴ്സ് അവിടെ ഉള്ള കോൺക്രീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്ന ബോണ്ട് വഴിയായിരിക്കും. സോ ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ ആങ്കറേജ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ബാർ വിച്ച് മസ്റ്റ് ബി എംബഡഡ് ഇൻ കോൺക്രീറ്റ് ബിയോണ്ട് എനി സെക്ഷൻ ടു ഡെവലപ്പ് ഇറ്റ് ഫുൾ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആങ്കറേജ് ലെങ്ത്. സോ ഒരു ഫുൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ
എത്ര ലെങ്ത് ആണോ സ്റ്റീൽ ബാർസ് കോൺക്രീറ്റിന്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുന്നത്, ആ ഒരു മിനിമം ലെങ്തിനെ നമ്മൾ പറയുന്നതാണ് ഡെവലപ്മെന്റ് ലെങ്ത് ഓർ ആങ്കറേജ് ലെങ്ത്. സോ ആസ് പെർ IS 456/2000 നമുക്ക് ഈ ഡെവലപ്മെന്റ് ലെങ്ത് ആയ LD കാണാനുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.87 FY × 5 ഡിവൈഡഡ് ബൈ 4 ടോ BD. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഇനി ആ ഇക്വേഷൻ കോഡ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് ക്ലോസ് 26.2.1.1 തന്നിട്ടുള്ളത്. അവിടെ തന്നിട്ടുള്ളത് ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് ബാർസ്, ഡെവലപ്മെന്റ് ലെങ്ത് LD is given by LD is equal to 5 × sigma s divided by 4 tau BD, where 5 is the nominal diameter of bar, sigma s is the stress in bars at the section considered at design load. അതായത് അവിടെ ഉണ്ടാകുന്ന ബാറിന്റെ സ്ട്രെസ്സിനെയാണ് നമ്മൾ സിഗ്മ എസ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റീൽ ബാർസ് ഒക്കെ ആണെങ്കിൽ സിഗ്മ ST എന്ന് പറയുന്നത് എന്താണ്, 0.87 FY ആണ് നമ്മൾ കൊടുക്കാറ്. സോ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 0.87 FY വരും. ദെൻ ടോ BD എന്ന് പറയുന്ന ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ആണ്. സോ അതിന്റെ വാല്യൂ നമുക്ക് 26.2.1.1 തന്നിട്ടുണ്ട്. കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്. അതായത് ദ ഡെവലപ്മെന്റ് ലെങ്ത് ഇൻക്ലൂഡ്സ് ആങ്കറേജ് വാല്യൂസ് ഓഫ് ഹുക്സ് ഇൻ ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്. സോ ഡെവലപ്മെന്റ് ലെങ്ത്തിൽ ആങ്കറേജ് വാല്യൂസ് ഓഫ് ഹുക്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. For bars of section other than circular, the development length should be sufficient to develop the stress in the bar by bond. So സർക്കുലർ സ്റ്റീൽ അല്ലാതെ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ വരുന്ന ആ ഒരു ബോണ്ട് സ്ട്രെസ്സിനെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ കൊടുക്കുന്നത്. ഫോർ deformed bars conforming to IS 1786, these values shall be increased by 60%. So deformed bars IS 1786 പറയുന്ന അനുസരിച്ച് deformed bars ആണെങ്കിൽ നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 60% ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ ദ വാല്യൂസ് ഓഫ് ബോണ്ട് സ്ട്രെസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 25%. സോ നമ്മൾ ബാർസ് കംപ്രഷനിലാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവിടെ നമ്മൾ 25% ഈ ഒരു സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. Bars bundled in contact, the development length of each bar of bundled bar shall be that for the individual bar increased by 10% for 2 bars in contact, or 20% for 3 bars in contact, and 33% for 4 bars in contact. അതായത് നമ്മൾ റീൻഫോഴ്സ്മെന്റ് ബാർസ് ഒരു ബണ്ടിലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബാറിന്റെ അപേക്ഷിച്ച് നമ്മൾ 2 ബാർ കോണ്ടാക്റ്റിൽ കൊടുക്കുകയാണെങ്കിൽ 10%, 3 ബാർസ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ 20%, അതുപോലെ തന്നെ 4 ബാർസ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ നമ്മൾ 33% ഈ ഒരു ഡെവലപ്മെന്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ആയിട്ടുള്ള ടോ BDയുടെ വാല്യൂ നമുക്ക് കോഡിൽ തന്നിട്ടുണ്ട് 26.2.1.1. ദാറ്റ് ഈസ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ടോ BD Newton/mm² എന്ന് പറഞ്ഞ് കോഡ് തന്നിട്ടുള്ള ക്ലോസ് 26.2.1.1 ആണ്. അതായത് M20 ആണെങ്കിൽ 1.2 Newton/mm², M25 1.4 Newton/mm², അങ്ങനെ പോകുന്നു. സോ ഇതാണ് കോഡ് തന്നിട്ടുള്ള ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സിന്റെ വാല്യൂ. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം ഇതൊരു കോളമാണ്, ഇത് ബീമാണ് ഈ പോയിട്ടുള്ളത്. ബീമിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൻ റീൻഫോഴ്സ്മെന്റും മുകളിൽ കൊടുത്തിട്ടുള്ളത് സിംഗിളി ആണെങ്കിൽ ഹാങ്ങർ ബാർസും ആണ്. സ്റ്റിറപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കോളത്തിന്റെ ഉള്ളിലോട്ട് റീൻഫോഴ്സ്മെന്റ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീൽ ബാർസ് ഇതിന്റെ എൻഡിൽ വെച്ച് നിൽക്കുകയാണ്. ഇത്രയും പോർഷനിലാണ് നമ്മൾ റീൻഫോഴ്സ്മെന്റ് ബാർസ് ബീമിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു കോളം എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ നമ്മൾ സാധാരണ കോളംസ് പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആങ്കറേജ് ബോണ്ട് ഫെയിലിയർ ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ ആങ്കറേജ് ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ യാതൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആങ്കറേജ് ബോണ്ട് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബീമിലെ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് കോളത്തിന്റെ ഉള്ളിലോട്ട് ഈ ഒരു ബാർ നമ്മൾ ഇങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് LD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴത്തെ ബാർ നമ്മൾ കോൺക്രീറ്റ് കോളത്തിന്റെ ഉള്ളിലോട്ട് കയറ്റി വളച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരു റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ആ ഒരു കോളം ബീം ജംഗ്ഷന്റെ അവിടെ നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ട് സ്ട്രെസ്സിനെ
റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ ക്രാക്ക് ഒക്കെ ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് എന്തായാലും കൊടുത്തിരിക്കണം. നമുക്കറിയാം നമുക്ക് രണ്ട് ഫെയിലിയർ ആണ് ബോണ്ട് കാരണം ഉണ്ടാകുന്നത്. ഒന്നുകിൽ ആങ്കറേജ് ബോണ്ട് ഫെയിലിയറും അതുപോലെ തന്നെ ഫ്ലെക്ചറൽ ബോണ്ട് ഫെയിലിയർ ആണ്. ഇതിൻ്റെ ആങ്കറേജ് ബോണ്ട് ഫെയിലിയർ ഉണ്ടാകാതെ വേണ്ടി നമ്മൾ ഡെവലപ്മെന്റ് ലെങ്തോ അല്ലെങ്കിൽ ആങ്കറേജ് ബോണ്ട് ലെങ്തോ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി എന്താണ് ഫ്ലെക്ചറൽ ബോണ്ട് എന്ന് പറയുന്നത്? ഫ്ലെക്ചറൽ ബോണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു സിമ്പിൾ ബീം എടുത്തു കഴിഞ്ഞാൽ അവിടെ പല പല ക്രിട്ടിക്കൽ സെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് സപ്പോർട്ടിന്റെ അവിടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഹയർ ആയിരിക്കും. ഇൻഫ്ലക്ഷന്റെ അവിടെയൊക്കെ ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ആവണ മൂലം അവിടെ ഉണ്ടാവുന്ന ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. സോ ഫ്ലെക്ചറൽ ബോണ്ട് ഈസ് ക്രിട്ടിക്കൽ അറ്റ് പോയിന്റ്സ് വെയർ ദ ഷിയർ ഈസ് സിഗ്നിഫിക്കന്റ്. ആ ഒരു ബോണ്ട് സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ അവിടെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. സോ ഇതാണ് ഒരു ബീമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബീമിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സോ ഈ ഒരു സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെന്റ് എമ്മും ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് എം പ്ലസ് ഡെൽറ്റ എമ്മും ആണ്. സോ അങ്ങനെ ഈ രണ്ട് മൊമെന്റ് വേരിയേഷൻ കാരണം ആ ഒരു സ്റ്റീൽ ബാർസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ സ്റ്റീൽ ബാർസിൽ ടെൻഷന്റെ വാല്യൂവും വ്യത്യാസമുണ്ട്. അതായത് സ്റ്റീൽ ബാർസിന്റെ ഈ അറ്റത്ത് ടി ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാറി ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. സോ അങ്ങനെ വരുമ്പോൾ അതിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ക്രിട്ടിക്കൽ പോയിന്റിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ കാരണമാണ് ഈ ഒരു ബോണ്ട് സ്ട്രെസ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫ്ലെക്ചറൽ ബോണ്ട് ഫെയിലിയർ ഉണ്ടാവാതെ നമ്മളുടെ അവിടുത്തെ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. അതായത് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു M1 ഡിവൈഡഡ് ബൈ V പ്ലസ് L0. ഇതിൻ്റെ അകത്ത് M1 എന്ന് പറയുന്നത് ഏത് സെക്ഷൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് M1. V എന്ന് പറയുന്നത് മാക്സിമം ഷിയർ ആണ്, ഒരു ഫാക്ടർ ഷിയർ ഫോഴ്സ് ആണ് അറ്റ് ദി സെക്ഷൻ. ആൻഡ് L0 എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് L0. ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ്സിന്റെ കണ്ടീഷൻ ആണ് പറയുന്ന LD ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു M1 ബൈ V പ്ലസ് L0. ഈ L0 വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് മെമ്പർ ആയിട്ട് എടുക്കും, അതല്ലെങ്കിൽ 12 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർസ് ആണ്. ഇതിൻ്റെ അകത്ത് ഏതാണോ ഹയർ വാല്യൂ അതായിരിക്കും നമ്മൾ L0 ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആങ്കറേജ് ഫോർ റെയിൻഫോഴ്സിങ് ബാർ ആണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ക്ലോസ് 26.2.2 IS 456 ഇതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യത്തേത് ആങ്കറിങ് ബാർസ് ഇൻ ടെൻഷൻ ആണ്. അതായത് നമ്മൾ ഹുക്സ് ആർ പ്രൊവൈഡഡ് നോർമലി ഇൻ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ. നമ്മൾ ടെൻസൈൽ റീൻഫോഴ്സ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ആങ്കറേജിന് വേണ്ടി നമ്മൾ ഹുക്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഹുക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം നമ്മളൊരു പ്ലെയിൻ ബാറിന്റെ എൻഡിലൊക്കെ ആയിട്ട് ഈ ഒരു കമ്പി ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വളച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹുക്ക് എന്ന് പറയുന്നത്. ചെറിയ ഒരു കുളത്ത് മാതിരിയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഹുക്ക് എന്ന് പറയുന്നത്. ഇനി ഡിഫോംഡ് ബാർസ് ആണെങ്കിൽ ഡിഫോംഡ് ബാർസ് മേ ബി യൂസ്ഡ് വിത്തൗട്ട് എൻ ആങ്കറേജ് ഇഫ് ദ ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർമെന്റ് ഈസ് സാറ്റിസ്ഫൈഡ്. സോ നമുക്ക് ഡിഫോംഡ് ബാർസിൽ ഡെവലപ്മെന്റ് ലെങ്ത് ആ ഒരു റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എൻഡ് ആങ്കറേജ് കൊടുക്കാതെയും യൂസ് ചെയ്യാം. ആൻഡ് ദ ആങ്കറേജ് വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് 90° ബെൻഡ് ഈസ് 8 times ദ ഡയമീറ്റർ. സോ ഒരു 90° ബെൻഡ് ആണ് തൊട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 8 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർസ് ആയിരിക്കും. അതായത് ഇതാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത്. ഇതൊരു ബീം ആണെങ്കിൽ ഈ ബീമിന്റെ റീൻഫോഴ്സ്മെന്റ് ബാറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 4 രീതിയിൽ നമ്മൾ ആ ഒരു ഹുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു 90° ഹുക്കാണ്. അതായത് കറക്റ്റായിട്ട് ഇവിടെയാണ് ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 90°യുടെ ഒരു ഹുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഒരു 135°യുടെ ഒരു ഹുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ്. ആൻഡ് തേർഡ് ഒരു 180°യുടെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വളച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 180°യിൽ നമ്മൾ അതായത് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ
ഒരു സ്റ്റാൻഡേർഡ് ഹുക്ക് രീതിയിൽ, ഒരു കോമൺലി നമ്മൾ കൊടുക്കുന്ന ഈ രീതിയിലും ഹുക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് ഈ ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആങ്കറേജ്, അതായത് ആ ഒരു സ്റ്റീൽ ബാർസിനെയൊക്കെ അവിടെ കോൺക്രീറ്റും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്ത് അതിൽ ഒരു കറക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ആങ്കറേജ് ഫെയിലിയർ ഒന്നും ഉണ്ടാവാതെ അതിനെ കറക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ. ദെൻ ആങ്കറിംഗ് ബാർസ് നമ്മൾ കംപ്രഷനിലും റീജിയനിലും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കോഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, അതായത് 26.2.2 ആങ്കറിംഗ് റീൻഫോഴ്സിംഗ് ബാർ എന്നും പറഞ്ഞ ഈ കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് 2.2.1 പറയുന്നത് ആങ്കറിംഗ് ബാർസ് ഇൻ ടെൻഷനും 2.2.2 പറയുന്നത് ആങ്കറിംഗ് ബാർസ് ഇൻ കംപ്രഷനുമാണ്. സോ ആങ്കറിംഗ് ബാർസ് ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് the deformed bars may be used without end anchorages provided development length requirement is satisfied. Hooks should normally be provided for plain bars in tension. അതായത് ഡിഫോംഡ് ബാർസ് ആണെങ്കിൽ എൻഡ് ആങ്കറേജ് കണ്ടീഷനിൽ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ വിത്തൗട്ട് എൻഡ് ആങ്കറേജ്, എൻഡിൽ നമ്മൾ ആങ്കറേജസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണ്ട, നമ്മൾ പ്ലെയിൻ ബാർസ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി, ഹുക്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇനി ബെൻസ് ആൻഡ് ഹുക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാൽ ബി കൺഫേം ടു IS 2502, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 25.02 എന്ന് പറയുന്ന കോഡിലാണ് ബെൻസിനെ ഹുക്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൽ ബെൻഡ് എന്ന് പറയുന്നത്, അതായത് ബെൻഡ് എന്ന് വെച്ചാൽ ആ ഒരു റീൻഫോഴ്സ്മെന്റ് ബാർ വളയ്ക്കുന്നതിനാണ് ബെൻഡ് എന്ന് പറയുന്നത്. അതായത് the anchorage values of bend shall be taken as 4 times the diameter of bar. നമ്മൾ ആ ബെൻഡ് ചെയ്ത കൊടുക്കുന്ന ആ ഒരു ആങ്കറേജ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4 പ്രാവശ്യം ഡയമീറ്റർ ഓഫ് ബാർ ആണ് കൊടുക്കുന്നത്. ഇനി ഫോർ ഈച്ച് 45 ഡിഗ്രി ബെൻഡ് സബ്ജക്റ്റഡ് ടു എ മാക്സിമം, അതായത് 45 ഡിഗ്രിയാണ് ബെൻഡ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ 4 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാറും മാക്സിമം നമ്മൾ അവിടെ കൊടുക്കുന്നത് 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാറുമാണ്. ഇനി ഇത് ബെൻഡിന്റെ കേസ്. ഇനി ഹുക്ക് ആണെങ്കിൽ ദ ആങ്കറേജ് വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് യു ടൈപ്പ് ഹുക്ക് ആണെങ്കിൽ ഇറ്റ് ഷാൽ ബി ഈക്വൽ ടു 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ. അപ്പോൾ 16 ടൈമാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ബാറിന്റെ ആ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ഹുക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ആങ്കറേജ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇനി ആങ്കറിംഗ് ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ the anchorage length of straight bars in compression shall be equal to the development length of bars in compression as specified in 26.2.1. അവിടെ നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് ആണ് കൊടുക്കുന്നത്. സോ ഇത് ആ ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് റീൻഫോഴ്സ്മെന്റ് ബാർ. ഇതിലിവിടെ നമ്മൾ ഇവിടുത്തെ ബാർ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് 4.5 ആണ്, 4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർ. ഇനി ഇവിടെ N5 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഈ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അവിടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് N5 എന്ന് പറയുന്നത്. അത് N = 2 ആണ് ഫോർ മൈൽഡ് സ്റ്റീൽ ബാർസ് ആൻഡ് N = 4 ഫോർ ഡീഫോംഡ് ബാർസ്. ദെൻ ഈ ഒരു ബെൻഡ് ചെയ്ത് കൊടുക്കണ, ഈ ഹുക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇവിടം തൊട്ട് എത്ര ഇതിലാണോ നമ്മൾ ഹുക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് 4.5 എന്നും പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണാം, ഇതൊരു 90 ഡിഗ്രി ബെൻഡാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ലെങ്ത് 4.5 ആണ് കൊടുക്കുന്നത്. അടുത്തത് ഷിയർ റീൻഫോഴ്സ്മെന്റിന് നമ്മൾ എങ്ങനെയാണ് ആങ്കറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആങ്കറിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഫോർ ഇൻക്ലൈൻ ബാർസ് ആണ് എങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ക്ലോസ് 26.2.2.4 ആണ്. ഇൻക്ലൈൻ ബാർസ് ആണ് എങ്കിൽ the development length shall be as for bars in tension. This length shall be measured as under in tension zone from the end of the sloping or inclined portion of the bars. ടെൻഷൻ സോൺ ആണെങ്കിൽ നമ്മൾ ആ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എൻഡിലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ആങ്കറിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്, ആ ഒരു ലെങ്ത് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് കംപ്രഷൻ സോണിലാണെങ്കിൽ ഫ്രം ദ മിഡ് ഡെപ്ത് ഓഫ് ബീമിൻ്റെ മിഡ് ഡെപ്തിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻക്ലൈൻ ബാർസിൽ ആങ്കറിങ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഇനി സ്റ്റിറപ്സിന്റെ കേസിൽ notwithstanding any of the provision of this standard in case of secondary reinforcement such as stirrups or transverse ties, complete development length and anchorage shall be deemed to have been provided when the bar is bent through an angle at least 90 degree round a bar of at least its own diameter and is continued beyond the end of the curve of the length of at least 8
diameter or when the bar is bent through an angle of 135 degree. അതായത് നമ്മൾ സ്റ്റിറപ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഒന്നെങ്കിൽ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക, അതല്ല എങ്കിൽ നമ്മൾ ഒരു 8 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർസിൻ്റെ രീതിയിൽ നമ്മൾ അവിടെ ആ ഒരു ലെങ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അവിടെ നമ്മൾ 135 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ആ 135 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ലെങ്ത് കൊടുക്കണം. അതെന്ന് പറയുന്നത് 6 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർസ് ആണ്. അല്ലെങ്കിൽ നമ്മളത് 180 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലെങ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് 4 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർസ് ആണ്. സോ ഈ കണ്ടീഷൻ എല്ലാം നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഇൻ കേസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോഡിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എടുത്തെഴുതിയാൽ മതിയാവും. നെക്സ്റ്റ് ഈ ഒരു ആങ്കറിങ് ഷിയർ റീൻഫോഴ്സ്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാവും. സോ ഈ ഒരു സ്റ്റിറപ്സ് ആണ് ഷിയർ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് 45 ഡിഗ്രി ആണ് എങ്കിൽ നമ്മൾ 8 ഇൻറ്റു 5, അതായത് ഈ ഒരു ഇത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു ലെങ്ത് നമ്മൾ എക്സ്ട്രാ ലെങ്ത് കൊടുക്കുന്നതാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇൻറ്റു 5 ആണ്. ഇനി അതൊരു 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ലെങ്ത് 8 ഇൻറ്റു 5 കൊടുക്കണം. നെക്സ്റ്റ് ഒരു 180 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഈ ഒരു കർവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 4 ഇൻറ്റു 5 ആണ്. 4 ഇൻറ്റു 5 ആണ്. ഈ കാര്യമാണ് നമ്മളിപ്പോൾ കോഡിൽ കണ്ടതും. ഇതാണ് ആങ്കറിങ് ഓഫ് ഷിയർ റീൻഫോഴ്സ്മെന്റ്. അടുത്തത് കോഡൽ റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് കട്ടൈൽമെന്റ് ഓഫ് റീൻഫോഴ്സ്മെന്റ്. സോ അതായത് എന്താണ് കട്ടൈൽമെന്റ്, അതിൽ നമുക്ക് കോഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതാണ് അടുത്ത ടോപ്പിക്ക്. ഇത് പറഞ്ഞിട്ടുള്ളത് IS 456/2000 ക്ലോസ് 26.2.3 പേജ് 44. ആദ്യം നമുക്ക് എന്താണ് കട്ടൈൽമെന്റ് എന്ന് നോക്കാം. സോ കട്ടൈൽമെന്റ് എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കട്ടിംഗ് ഓഫ് ബാറിനെയാണ് നമ്മൾ കട്ടൈൽമെന്റ് എന്ന് പറയുന്നത്. അതായത് റീൻഫോഴ്സ്മെന്റ് ബാർ കട്ട് ചെയ്ത് കൊടുക്കുക, അതാണ് കട്ടൈൽമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്? അതായത് നമുക്കറിയാം ഒരു ബീം, ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് നോക്കാം. നമുക്കറിയാം നമ്മൾ അവിടെ മെയിൻ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് തന്നെ എന്തിനെ റെസിസ്റ്റ് ചെയ്യാനാണ്, അവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ മെയിൻ റീൻഫോഴ്സ്മെന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്ററും അത് എത്ര എണ്ണം കൊടുക്കണം എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു രീതിയിലാണ് ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരുന്നത്. സോ പോസിറ്റീവ് മൊമെന്റും ഉണ്ടാവുന്നുണ്ട്, സോ ഇവിടെ നെഗറ്റീവ് മൊമെന്റും ഉണ്ടാവുന്നുണ്ട്. സോ പോസിറ്റീവ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റ് താഴെ, അതായത് ടെൻഷൻ സോണിലും, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് എങ്കിൽ അവിടെ നമ്മൾ മുകളിലുമായിരിക്കും റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ അതായത് സപ്പോർട്ടിലെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും സ്പാനിന്റെ സെന്ററിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും ആണ് ഉണ്ടാവുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലാണെങ്കിൽ രണ്ട് എൻഡിലും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. പക്ഷെ കണ്ടിന്യൂസ് ബീമിന്റെ കേസിൽ ആ ഒരു സെന്റർ സപ്പോർട്ടിൽ, അതായത് ഈ ഒരു രണ്ട് സപ്പോർട്ടിലൊക്കെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. സോ ആ ഒരു മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന റീൻഫോഴ്സ്മെന്റ് നമ്മൾ അതിന്റെ ഒരു ബീമിന്റെ മുകളിലായിട്ട്, അതായത് ആ സപ്പോർട്ടിന്റെ മുകളിലായിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി എന്താണ് കട്ടൈൽമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ബീം എടുത്തു. ഈ ബീമിൽ ഈ പറയുന്ന 2, 3 എന്ന് പറയുന്ന ഈ ഒരു സ്പാൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടുത്തെ സപ്പോർട്ടിൽ ഒരു നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരുന്നുണ്ട്, സെന്ററിലായിട്ട് ഒരു പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ റീൻഫോഴ്സ്മെന്റ് വെക്കുകയാണ്. സോ ആ ഒരു സെക്ഷനാണ് ഇതെന്ന് വിചാരിക്കുക. സോ ഇത് രണ്ട് സപ്പോർട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റീൻഫോഴ്സ്മെന്റ് നമ്മൾ താഴെ കൊടുത്തു. ഇനി നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുകളിൽ റീൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇനി ഇവിടെ നമുക്കറിയാം ഈ ഒരു റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിന്റെ അങ്ങോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ആ റീൻഫോഴ്സ്മെന്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതായത് നമുക്കറിയാം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബീമിന്റെ സെന്ററിലായിട്ടായിരിക്കും വരുന്നത്. സപ്പോർട്ടിൽ അവിടെ ബെൻഡിങ് മൊമെന്റ് ഒന്നും ഇല്ല, പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒന്നും ഇല്ല. സോ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ റീൻഫോഴ്സ്മെന്റ് ഇവിടം വരെ നീട്ടി കൊടുത്താൽ അവിടെ ആ ഒരു റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ബാർ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സപ്പോർട്ടിന്റെ അവിടെ മാത്രമേ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരുന്നുള്ളൂ. സോ അവിടെ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ,
ബാർ കൊടുക്കുന്നുള്ളൂ. സെൻറ്റർ പോർഷനിൽ നമ്മൾ ബാർ കൊടുക്കുന്നില്ല. കാരണം അവിടെ നെഗറ്റീവ് ബോണ്ട് മൊമെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ നമ്മൾ രണ്ട് സപ്പോർട്ടിൻ്റെ അവിടെ ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. സെൻറ്റർ പോർഷനിലെ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ്. സോ ഇതിനെയാണ് നമ്മൾ കട്ടൈൽമെൻറ്റ് ഓഫ് ബാർ എന്ന് പറയുന്നത്. സൈറ്റിലെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കട്ടൈൽമെൻറ്റ് ഓഫ് ബാർസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അതായത് ഈ ഒരു ടോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ബോട്ടത്തായിട്ട് ഒരു ബാർസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ബാർ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ്. ഇങ്ങോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു ബാറിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ ഏരിയയിൽ മാത്രം നമ്മൾ ആ ബാർ കൊടുത്താൽ മതി. സോ ഇതിനിവിടെ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ബാറും ഇവിടം വരെ കൊടുത്തിട്ടുള്ളൂ, ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല, സപ്പോർട്ടിന്റെ അങ്ങോട്ട്. കാരണം ഇത് പോസിറ്റീവ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് സപ്പോർട്ടിന്റെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സോ ഇതിനെയാണ് കട്ടൈൽമെന്റ് ഓഫ് ബാർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കട്ടൈൽമെന്റ് ഓഫ് ബാർസിന് പല കണ്ടീഷൻസ് കൂടി തന്നിട്ടുണ്ട്. അതായത് 26.2.3 കട്ടൈൽമെന്റ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഫ്ലെക്സുറൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കണ്ടീഷൻ തന്നിട്ടുള്ളത്. അതായത് 26.2.3.1 for curtailment reinforcement shall extend beyond the point at which it is no longer required to resist flexure for a distance equal to the effective depth of member or 12 times the bar diameter, whichever is greater except at simply supported or end of cantilever. ഒരു സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ എൻഡ് ഓഫ് കാൻഡിലീവർ അല്ലാതെ ഒഴിച്ചുള്ള എല്ലാ കണ്ടീഷനിലും നമ്മൾ കട്ടൈൽമെന്റ് കൊടുക്കുന്നത് reinforcement shall extend beyond the point at which it is no longer required to resist bending for a distance. എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത്, അതല്ലെങ്കിൽ 12 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ബാർസ്. ഈ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ടാണ് നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 1/3, അതായത് പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു കണ്ടിന്യൂസ് ബീം ഒക്കെ കൊടുക്കുന്ന കേസിലാണ് നമ്മൾ പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതായത് അതിലെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് അറ്റ്ലീസ്റ്റ് 1/3 ദ പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ സിംപ്ലി മെമ്പേഴ്സ്. പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് കണ്ടിന്യൂസ് ബീമിന്റെ ഒക്കെ കേസിലാണ്. അവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1/3 ദ പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ സിമ്പിൾ മെമ്പേഴ്സ് ആൻഡ് 1/4 ഓഫ് പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ കണ്ടിന്യൂസ് മെമ്പർ ഷാൾ എക്സ്റ്റെൻഡ് അലോങ് ദ സെയിം ഫേസ് ഓഫ് ദ മെമ്പർ ഇൻ ടു ദ സപ്പോർട്ട് ടു എ ലെങ്ത് ഈക്വൽ ടു LD/3. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്നത് L/3 ഡിസ്റ്റൻസിലായിരിക്കും പോസിറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റിന്റെ കേസിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി when a flexural member is a part of primary lateral load resisting system, the positive reinforcement required to be extended into the support as described in A shall be anchored to develop its design stress in tension at the face of support. ഫ്ലെക്സുറൽ മെമ്പറും അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു ലാറ്ററൽ ലോഡ് റെസിസ്റ്റിംഗ് മെമ്പർ എന്ന് വെച്ചാൽ ഒരു കോളം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സപ്പോർട്ടിന്റെ അങ്ങോട്ടും ഒരു പർട്ടിക്കുലർ ലെങ്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അറ്റ് സിമ്പിൾ സപ്പോർട്ട് and point of inflection, positive moment tension reinforcement shall be limited to a diameter such that LD computed for FD by does not exceed. So simply supported അല്ലെങ്കിൽ point of inflection ഒക്കെ കേസിൽ നമ്മൾ അവിടെ ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കുന്നത് M1/B plus L0, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ ഫ്ലെക്സുറൽ ബോണ്ടിന്റെ കണ്ടീഷൻ തന്നെ എടുത്തുകൊണ്ട് അത്രയും LD ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. So the above M1/B in the above expression may be increased by 30% when the end of the reinforcement are confined by a compression reaction. Compressive reaction ആണെങ്കിൽ അത് നമ്മൾ 30% M1/Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി നെഗറ്റീവ് മൊമെന്റ് റീഇൻഫോഴ്സ്മെന്റിന്റെ കേസിലും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അത് 1/3 L/3 ഡിസ്റ്റൻസിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് 12/5 or 1/16 ഓഫ് ക്ലിയർ സ്പാൻ. ആ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി കർട്ടൈൽമെന്റ് ഓഫ് ബണ്ടിൽഡ് ബാർ ആണെങ്കിൽ ബാർസിന്റെ ബണ്ടിൽഡ് ഷാൾ ടെർമിനേറ്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഫേസ്
apart by not less than 40 times the bar diameter. So ഇവിടെ നമ്മൾ 40 into diameter of bars ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. So ഇത്രയും കാര്യങ്ങളാണ് curtailment of reinforcement എന്ന് പറയുന്നത്. അതായത് curtailment എന്ന് പറഞ്ഞാൽ തന്നെ കട്ടിംഗ് ഓഫ് ബാർ ആണ്. ബാറിനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് നമ്മൾ ഒരു ഫുൾ ലെങ്ത് അവിടെ ഒരു റീൻഫോഴ്സ്മെന്റ് ബാർസ് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നമുക്ക് എവിടെയാണോ ബാർ വേണ്ടത് അത്രയും പോർഷനിൽ നമ്മൾ ബാർ കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷനിലെ ബാർ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിനെയാണ് കർട്ടൈൽമെന്റ് ഓഫ് ബാർസ് എന്ന് പറയുന്നത്. അതിന് പല പല കണ്ടീഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷനൊക്കെ അറിഞ്ഞിരിക്കുക. ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല. നമുക്ക് അതിന്റെ തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ പോർഷൻസ് എല്ലാം കവർ ചെയ്തു. അതായത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയറും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ബോണ്ടും ആണ് പഠിക്കാനുണ്ടായിരുന്ന രണ്ട് പോർഷൻസ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഷിയർ റീൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ള കാര്യവും, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് ബോണ്ട്, സോ ബോണ്ടിന് വേണ്ടി നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹുക്സ് ഒക്കെ നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കർട്ടൈൽമെന്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.